ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സത്യപ്രതിജ്ഞ ഈ മാസം 12-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചു. നേരത്തെ ശനിയാഴ്ച അമരാവതിയിലാണ് സത്യപ്രതിജ്ഞ ആലോചിച്ചിരുന്നത്. മൂന്നാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അതേ ദിവസം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മാറ്റം. അതിനിടെ ഉപമുഖ്യമന്ത്രി എന്ന വാഗ്ദാനം സ്വീകരിക്കാൻ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ തയ്യാറായില്ല. ഈ ഒരു റിപ്പോർട്ടും ഇപ്പോൾ ആന്ധ്രയിൽ പുറത്തു വരുന്നു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ആന്ധ്രാപ്രദേശിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു വിജയവാഡ വഴി ആന്ധ്രയിലേക്കുള്ള കടന്നുകയറ്റം? ഗുഡ് മോർണിംഗ്. കടന്നുകയറ്റം ആന്ധ്ര രാഷ്ട്രീയത്തിനകത്തേക്ക് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. അത്യാവശ്യം ഇവിടെ പാർട്ടി ഓഫീസുകളിലേക്കൊക്കെ പോയി അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെയും പ്രധാനപ്പെട്ട നേതാക്കളെയും ഒക്കെ കാണാൻ സാധിച്ചു. അവിടെ തന്നെ ചടഞ്ഞു കൂടിക്കളയല്ല അലക്സ് റാം മുഹമ്മദ്, നമുക്കിവിടെ ആവശ്യമുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്നു. തീർച്ചയായും പറയൂ. വാർത്തയിലേക്ക് മടങ്ങി വന്നാൽ ഈ വരുന്ന 9-നാണ് ആന്ധ്രാപ്രദേശിൽ മുഖ്യമന്ത്രിയായി ചന്ദ്രബാബു നായിഡു 4ാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം തീരുമാനിച്ചിരുന്നത്. 9-ാം തീയതി രാവിലെ 11:53 അമരാവതിയിൽ അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ 4ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആ സമയം പോൽ 11:53 എന്നുള്ള സമയം അത് ജ്യോത്സ്യന്മാരുടെയും പുരോഹിതന്മാരോടും ഒക്കെ ചോദിച്ച ആ നിർദ്ദേശപ്രകാരം നല്ല സമയം എന്നുള്ള നിലയ്ക്ക് നിശ്ചയിച്ചതാണ്. ആ തീയതി മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ അത് ശനിയാഴ്ച നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നേതാക്കൾക്കൊക്കെ ഡൽഹിയിലെത്തി അവിടെ പങ്കെടുക്കേണ്ടതുണ്ട്. എൻഡിഎയിലെ പ്രധാനപ്പെട്ട നേതാക്കളായി ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ചന്ദ്രബാബു നായിഡുവിനെയും പവൻ കല്യാണിനെയും ഒക്കെ കാണുന്നുണ്ട്. സ്വാഭാവികമായി അവരുടെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്, അവർക്ക് അവിടെ പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആ തീയതി മാറ്റിയതെന്നാണ് TDP വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇനി ഈ തീയതി മാറ്റിയിരിക്കുന്നത് 12-ാം തീയതിയിലേക്കാണ്. ഇനി അടുത്ത ബുധനാഴ്ചയിലേക്കാണ് ഈ സത്യപ്രതിജ്ഞ മാറ്റിയിരിക്കുന്നത്. നേരത്തെ അമരാവതിയിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ആ നിശ്ചയിച്ച സ്ഥലത്തിൽ ഒരുപക്ഷെ മാറ്റം ഉണ്ടാകില്ല. മറ്റു വെന്യൂകളിൽ, അതായത് വേദികളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ആലോചിക്കുന്നുണ്ട്. അത് മാത്രമല്ല സമയം ഏതു സമയത്ത് നടത്തണം എന്നുള്ളതും പുരോഹിതന്മാരെയും ജ്യോത്സ്യരെയൊക്കെ കണ്ട് അത് കുറിക്കാനാണ്, ആ സമയം കുറിക്കാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ആ സത്യപ്രതിജ്ഞ നീക്കിവെച്ചിരിക്കുന്നു. നേരത്തെ ഒരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നത് ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ പ്രധാനപ്പെട്ട റോളിൽ, അത് ജനസേന പാർട്ടിയും TDPയും കൂടിയുള്ള സർക്കാരായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട റോളിൽ പവൻ കല്യാൺ ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നതാണ്. പവൻ കല്യാൺ അത്തരത്തിൽ നിർണായകമായ സ്വാധീനം ഉണ്ട്. കാരണം മത്സരിച്ച എല്ലാ സീറ്റുകളിലും, അത് നിയമസഭയിലേക്ക് മത്സരിച്ച 21 സീറ്റുകളിൽ 21-ലും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി വലിയ ഭൂരിപക്ഷത്തിലാണ് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചത്. മത്സരിച്ച 2 ലോക്സഭാ സീറ്റുകളിലും ജനസേന പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പിതാപ്പുറത്ത് നിന്ന് പവൻ കല്യാൺ ഏതാണ്ട് 60,000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പവൻ കല്യാൺ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന് ആ ഉപമുഖ്യമന്ത്രി പദം സ്വീകരിക്കുന്നതിൽ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ജനസേന പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിവരം. കാരണം ഉപമുഖ്യമന്ത്രിയായോ അല്ലെങ്കിൽ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായോ തുടർന്നാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന വിലയിരുത്തലുണ്ട്. പവൻ കല്യാണിന് ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ് ആഗ്രഹം. കാരണം അവരുടെ പാർട്ടി എമർജ് ചെയ്യുകയാണ്. സ്വാഭാവികമായി ചന്ദ്രബാബു നായിഡുവിന് 75 വയസ്സാണ് ഈ ഘട്ടത്തിൽ. അദ്ദേഹത്തിന് 5 വർഷം കൂടി കഴിയുമ്പോൾ 80 വയസ്സാകും. അടുത്തൊരു പാർട്ടിയും അടുത്തൊരു മുഖ്യമന്ത്രിയും ആന്ധ്രാപ്രദേശ് തേടുന്നുണ്ട് എന്നാണ് പവൻ കല്യാണിന്റെ പാർട്ടി വിലയിരുത്തുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് ഉയരാനാണ് പവൻ കല്യാൺ ആലോചിക്കുന്നത്. അതിനാൽ അവസാനത്തെ 1 വർഷമെങ്കിലും ജനസേന പാർട്ടിക്ക് ആ മുഖ്യമന്ത്രി പദം അത് പവൻ കല്യാണ് ലഭിക്കണം എന്ന ആവശ്യം അവരുടെ പാർട്ടിക്കുള്ളിലുണ്ട്. പക്ഷെ അത് പരസ്യമായി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ആ പാർട്ടി തന്നെ വ്യക്തമാക്കുന്നത്. കാരണം ഇനിയും ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നിട്ടില്ല. അതിനു മുമ്പേ സഖ്യത്തെ ബാധിക്കുന്ന തരത്തിൽ അത്തരം ആവശ്യം പരസ്യമായി ഉന്നയിക്കേണ്ടതില്ല ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് അവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന വികാരവും അതുപോലെ തന്നെ സംസാരവും. എന്താണെങ്കിലും അങ്ങനെ ഒരു ആവശ്യം കൂടി ജനസേന പാർട്ടിക്ക് മുന്നിലുണ്ട്. അത്തരത്തിൽ പവൻ കല്യാൺ എമർജ് ചെയ്യുകയും പവൻ കല്യാൺ അടുത്ത മുഖ്യമന്ത്രിയായി ആന്ധ്രാപ്രദേശിൽ മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ജനസേന പാർട്ടി വൃത്തങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഈ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട കീ റോളിൽ നിർണായക സ്ഥാനത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ മകൻ നാരാ ലോകേഷ് ഉണ്ടാകും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് വിജയവാഡയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്. കലങ്ങി മറിഞ്ഞ ആന്ധ്ര രാഷ്ട്രീയത്തിലെ ചില ഏടുകളാണ് നമുക്കായി അനാവരണം ചെയ്തത്.